പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം, വെടിനിർത്തൽ അംഗീകരിച്ചതായി ഇറാനും ഇസ്രായേലും. യുദ്ധം ലക്ഷ്യം നേടിയെടുത്തെന്ന ഇസ്രായേൽ. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയെന്ന ഇറാൻ. വെടിനിർത്തൽ ആദ്യം ലോകത്തെ അറിയിച്ചത് ട്രംപ്. വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും ഇറാന്റെ പ്രകോപനമെന്ന് ഇസ്രായേൽ. തീരുമാനം വന്ന് മണിക്കൂറുകൾക്കകം മിസൈൽ ആക്രമണം നടന്നെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ. ശക്തമായ തിരിച്ചടി നൽകാൻ ഉത്തരവിട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വലഞ്ഞ യാത്രക്കാർ. കേരളത്തിൽ നിന്ന് വ്യാപകമായി സർവീസുകൾ റദ്ദാക്കി. എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാർ. ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ദുരിതത്തിലായത് ആയിരങ്ങൾ. റസീനയുടെ സദാചാര കൊലയിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. തെരച്ചിൽ പാടിയിൽ സുനീർ, പൊന്നത്ത് സക്കറിയ എന്നിവർക്കായി. പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ സംസ്കാരം വൈകിട്ട് പുല്ലാട് സ്കൂളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും. വിമാനത്തിൽ മൃതദേഹം എത്തിച്ചത് രാവിലെ. ചികിത്സയിലുള്ള VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. VSനെ സന്ദർശിച്ച മുഖ്യമന്ത്രി. പാണക്കാട്ടെത്തി മധുരം പങ്കിട്ട് ഷൌക്കത്ത്. നിലമ്പൂരിലെ വിജയത്തിന് ലീഗിന് നന്ദി പറഞ്ഞ ആര്യാടൻ ജൂനിയർ. തോൽവി ഇഴകീറി പരിശോധിക്കാൻ CPM. അൻവറിന് മുന്നിൽ വാതിൽ തുറക്കാതെ കോൺഗ്രസ് നേതാക്കൾ.